ഒരു അക്കാഡമിക് ഇയർ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നലെ എല്ലാവർക്കും സങ്കടവും ഒക്കെ ആയിരുന്നു. ബയോളജിക്ക് ഞാൻ പച്ച വെള്ളം മാരി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. സോ ഞാൻ ഹിസ്റ്ററി പഠിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്. അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ബോർഡ് എക്സാം പഠിപ്പിച്ച് പനി എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പം എനിക്കാണ് ഫസ്റ്റ് വന്നത്. പനി ഇപ്പം മാറിട്ടോ. അപ്പം ഇന്നൊരു മോർണിംഗ് വ്ളോഗ് ആയിരിക്കും. എൻ്റെ ബോർഡ് എക്സാമിന് 10 ദിവസങ്ങൾ മാത്രം. 10 അല്ല 9 ദിവസമുള്ളൂ. 9 ദിവസം പഠിക്കാൻ 10ാമത്തെ ദിവസം എക്സാം. ഫസ്റ്റത്തെ എക്സാം തന്നെ എൻ്റെ ഫേവറിറ്റ് സബ്ജക്റ്റാണ് മാത്സ്. അതോടെ ആ ഒരു ഭാരം തീരുമല്ലോ വിചാരിച്ചിട്ട് ഫസ്റ്റത്തെ എക്സാമിൻ്റെ മാത്സ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പം എക്സാം പ്രിപ്പറേഷൻസ് ആർ ഗോയിങ് ഓൺ. ഞാനിപ്പം എനിക്കിപ്പോൾ സ്റ്റഡി ലീവാണ്. ഇന്നലെ സ്കൂള് പൂട്ടി സ്റ്റഡി ലീവായിട്ട്. ഇനി എക്സാമിന് പോയാൽ മതി സ്കൂളിലേക്ക്. 10th ഒരു അക്കാഡമിക് ഇയർ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നലെ എല്ലാവർക്കും സങ്കടവും ഒക്കെ ആയിരുന്നു. സ്കൂൾ വിട്ട് കുറേ പേര് 12 വർഷം അടുപ്പിച്ച് പഠിച്ചവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പേരും സങ്കടമായിരുന്നു. ഞാൻ 5 വർഷം പഠിച്ചിട്ടുള്ളൂ അവിടെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇപ്പം കുറേ പേര് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം റിവിഷനിലും ഈ PYQ സാമ്പിൾ പേപ്പറൊക്കെ ചെയ്യണ ആ ഒരു ഇതിലായിരിക്കും. പക്ഷെ ഞാനിപ്പോഴും ഇവിടെ പോർഷൻ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 10 ദിവസം ഉള്ളൂ, പക്ഷെ എന്നിട്ടും ഞാനിവിടെ പോർഷൻ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പോർഷൻ ഇതുവരെ തീർന്നിട്ടില്ല. അച്ഛ നോക്കിയിരിക്കണ അവിടെ. അപ്പം ഇപ്പം 8:30 ആയിട്ടോ സമയം. ദിയമോള് ഇതുവരെ എണീറ്റിട്ടില്ല. ദിയമോൾക്ക് പീരിയോഡിക് ടെസ്റ്റ് പോയി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റർ വെച്ച് ഇങ്ങനെ വരയ്ക്കണത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതിൻ്റെ 8th ഹൈലൈറ്ററാണ്. ഇതുവരെ മഷി തീർന്നിട്ടില്ല ഇതിൻ്റെ. പക്ഷെ എക്സാമിന് എത്തുമ്പം കളർ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, വേർഡ്സ് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് രസം. പേജ് നമ്പറും ഏത് സൈഡിലാണെന്നും ഏത് പാരഗ്രാഫ് ആണെന്നും അത് ഏത് ഹൈലൈറ്റർ കൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തതൊന്നും മനസ്സിലാവും. പക്ഷെ വേർഡ്സ് ബ്ലറായിരിക്കും ഗൈസ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെ ഇരിക്കും. നല്ലോണം പഠിച്ചവർക്ക് അറിയില്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ എക്സാമിൻ്റെ പേപ്പർ എടുത്തു, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് സയൻസിൻ്റെ പേപ്പർ എടുത്തു. അപ്പോൾ സയൻസിൽ ഫിസിക്സിൻ്റെ പാർട്ട് ഞാൻ ജസ്റ്റ് പേപ്പർ ഫസ്റ്റ് വായിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സയൻസിൻ്റെ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് വായിച്ചു. ഞാൻ ഫിസിക്സ് ടെക്സ്റ്റ് വായിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, കാരണം കൂടുതലും പ്രോബ്ലം ആയതുകൊണ്ട്. പിന്നെ ടെക്സ്റ്റത്തെ കുറേ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പം നോട്ടിൽ നിന്ന് പഠിച്ചാൽ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ടെക്സ്റ്റിൽ തന്ന ക്വസ്റ്റ്യനാണ് മോഡൽ എക്സാമിന് വന്നേന്നത്. അത് ഞാൻ നോക്കി. പിന്നെ സയൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഫിസിക്സ് പ്രോബ്ലംസ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആണ്. ബയോളജിക്ക് ഞാൻ പച്ച വെള്ളം മാരി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. സോ ഞാൻ ഹിസ്റ്ററി പഠിക്കട്ടെ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം കാണാൻ ഒരു രസമല്ലേ. ഹൈലൈറ്റ് ചെയ്ത് വെച്ചത് മാത്രം പഠിക്കുക, മറ്റേതൊക്കെ മനസ്സിലാക്കി പോവാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നത് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഞാൻ അപ്പോൾ ഇവിടെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, പക്ഷെ പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതറമറം കിട്ടുമേ വിസിലു പറക്കട്ടുമേ കൊളന്ത സിറിപ്പുള്ള പെസിഡാ ജനസി ഉന്നപ്പത്തി മാസിട്ട അങ്ങനെ എന്തോ ആണ് കേട്ടോ. ലിറിക്സ് ഒന്നും അറിയാനല്ല, പക്ഷെ ലിറിക്സ് വി നെവർ മൈൻഡ്. ഇന്നലെ അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദേവു ഇന്നാണോ പഠിക്കുന്നത് അതോ നാളെ മുതലാണോ പഠിക്കാൻ തുടങ്ങുന്നത് എന്ന്. ആക്ച്വലി അത് ഇന്നെ ശരിയാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഇന്നലെ സ്കൂൾ പൂട്ടിയല്ലോ, സ്റ്റഡി ലീവിന് പൂട്ടിയല്ലോ. അപ്പോൾ ഞാനവിടെ സ്കൂൾ വിട്ട ഉടനെ തന്നെ ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുന്നു, ഒരു മൈൻഡ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ ചോദിച്ചു, ദേവോ ഇത് ഇന്നാണോ പഠിക്കണത് അതോ നാളെ മുതലാണോ പഠിക്കാൻ തുടങ്ങണത് എന്നോട് ചോദിച്ചു. പിന്നെ അമ്മ എന്നോട് ഇന്നലെ ചോദിച്ചു, ഇന്നലെ അല്ല, അത് കുറച്ച് മുന്നേ തോന്നുന്നു, എനിക്ക് എപ്പോൾ പഠിച്ചാലാണ് തലയിൽ കയറുന്നത് എന്ന് ചോദിച്ചു.
ആക്ച്വലി ചോദിച്ച അന്ന് രാവിലെ ഞാൻ എണീറ്റ് ബുക്ക് തുറന്നിട്ട് എത്ര മണിക്ക് അറിയോ? 4 മണി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. തലേ ദിവസം ഞാൻ 11 മണിക്കാണ് കിടന്നത്, 11:30ക്കാണ് കിടന്നത് ആണ് തോന്നുന്നു. 11 മണിക്കാണ് കിടന്നത്. എന്നിട്ട് 4 മണിക്ക് എണീറ്റു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ബുക്ക് തുറന്നിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങി. അമ്മ എൻ്റെ അടുത്തായിരുന്നു കിടന്നിരുന്നത്. അതിൽ അമ്മ കണ്ണുറന്ന് നോക്കുമ്പോൾ ഞാൻ ഉറങ്ങണതാണ്ടേ. അതില് അമ്മ പറഞ്ഞു, എണീക്കണേ കിടന്ന്, ഇത് പിന്നെ എന്തിനാ രാവിലെ എണീക്കേണ്ട ആവശ്യം എന്താ അങ്ങനെ ചോദിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പകൽ അമ്മ ചോദിച്ചു, എനിക്ക് രാവിലെ എനിക്ക് എപ്പോൾ പഠിക്കുമ്പോഴാണ് തലയിൽ കയറുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് രാത്രി ഒരു 10:30 ആവുമ്പം ഈ ഉറങ്ങാൻ ടൈമുണ്ടല്ലോ, ആ ടൈമിൽ പഠിക്കാൻ മൂടുണ്ടാവും, പക്ഷേ ഉറക്കം വന്നിട്ട് പഠിക്കാൻ പറ്റൂല. എന്നിട്ട് സോ ഇനി ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ വരാം. മറ്റേത് ഞാൻ സംസാരം മാത്രമായി കഴിഞ്ഞാൽ ഇന്ന് ഹിസ്റ്ററി തീരില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ. ഉച്ച കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്താ നോക്കുക? ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ജോഗ്രഫി നോക്കാം. ജോഗ്രഫിയാണ് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് നോക്കണത്. ഇതാകുമ്പോൾ ജോഗ്രഫിയാണ് തീർന്നു കിട്ടും. സാധാരണ ടെൻഷൻ വരുമ്പോൾ നമ്മൾ കുറച്ച് മെലിയലാണ് ചെയ്യല്. ഈ എക്സാമൊക്കെ അടുപ്പിച്ച് എന്നോട് പറഞ്ഞിരുന്നു ബോർഡ് എക്സാം അടുപ്പിക്കുമ്പോൾ ദേവോജി മെലിയും പറഞ്ഞിരുന്നു. പക്ഷെ നോക്ക്, തിന്ന് മീൻസ് എക്സാം ആണ്, പിന്നെ എക്സാം പിന്നെ എന്തെങ്കിലും എക്സാം ഇപ്പൊ തടി കൂടാണ് ചെയ്തത്. ഫ്രണ്ട്സ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ലോണം വിശക്കുണ്ട്. അപ്പം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റൂല. നല്ല വേണോ ഗൈസ്, നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അമ്മയും പപ്പയും ദിയമോളും കിടക്കുന്ന റൂമിലത്തെ ബെഡാണ്. നമ്മൾ മാട്രസ് വാങ്ങിയപ്പം അതവിടെ വെച്ചു. ഈ ബെഡിനെ ഗെറ്റ് ഔട്ട് ആക്കി ഗൈസ്. അപ്പം എൻ്റെ ഫ്രണ്ട് വരും പഠിക്കാൻ. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി. എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് ഗൈസ്. അടുത്ത മാസം ഈ ദിവസം നമ്മളെ എക്സാം കഴിഞ്ഞ് നമ്മൾ ഈ നേരത്തെ നമ്മൾ എക്സാം എഴുതിക്കല്ലേ. ഹലോ ദിയ മോളെ, ദിയ ബേബി എണീക്ക്. സമയം എത്രയാന്ന് എല്ലാം പിടുത്തുണ്ടോ? എത്രയും സമയം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണും സമയം നോക്കാം. 9:50 സമയം. നമുക്ക് എമ്മയിൽ കിടന്നിട്ട് ഉറക്കം മതിയാവണില്ല തോന്നുന്നു. അപ്പം ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ പോവാണ്. മൺഡേ മുന്നേക്ക് മാത്സ് ആണ്. അപ്പം ഞങ്ങൾ മാത്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനും മാത്സ് ആക്കിയത്. ഞാൻ SS പഠിക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് SS പഠിക്കാമെന്ന് വിചാരിച്ചു. കടകളി അനവധി കയറണതോ, കഴിക്കണമോ ചെറുതൊഴിക്കണമോ, പെരിയ ചെലവിത് കീശകളാകെ, ചെവിയിലൊരു പിടി ഭാഷകളായേ. ചായ കുടി കഴിഞ്ഞോ? കഴിഞ്ഞു. പുട്ടും മുട്ടയും കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് എനിക്കൊന്ന് ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട്. നമ്മുടെ എപ്പിസോഡിൻ്റെ ഫുൾ വീഡിയോ ഇറക്കാൻ വിളിച്ചു. തെട്ടോയിൻ്റെ മൊത്തമുള്ള വീഡിയോ 3 മണിക്കൂറും 10 മിനിറ്റ് 5 മിനിറ്റ് എല്ലാം കൂടി ഒരു സിനിമ, വലിയൊരു സിനിമ കാണുന്നത്രണ്ട്. അത് ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ല രസമായിരിക്കും. തുടക്കം മുതൽ ആ ഒരു ഇതിലിങ്ങനെ. മറ്റേത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ അടുത്ത എപ്പിസോഡ് കിട്ടുള്ളൂ. ഇതാദ്യമായിട്ട് ഫുൾ. പക്ഷെ ഇത് കണ്ട ആൾക്കാർ തന്നെ ഇപ്പോൾ അവസാന എപ്പിസോഡായപ്പോൾ ആദ്യത്തെ കഥയൊക്കെ മറന്നുണ്ടാവും. നിങ്ങളതൊന്ന് റിപ്പീറ്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അവർക്കറിയാം നല്ല ത്രില്ലിംഗ് ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കണ്ടോക്ക്. നിങ്ങൾ ആ എപ്പിസോഡ് കാണുന്ന പോലെ ആയിരിക്കില്ല, ഒരു സിനിമ കാണുന്ന പോലെ ആയിരിക്കും ഇത് കാണാൻ. അപ്പം മാറ്റം അപ്പം ഇന്ന് തന്നെ ഈ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ആ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടാവും. എൻ്റെ മൊബൈൽ അടിച്ച് മാറ്റിക്കുന്നു. അതൊക്കെ കിട്ടൂലല്ലോ. മറ്റു ഞാൻ എവിടെയെങ്കിലും വെച്ചാൽ ഓടിപ്പോയി എടുക്കും. എക്സാം കഴിയുന്നവർ ഫോൺ പാടില്ല എന്നാണ് ശരിക്കും. ഫുഡ് കഴിക്കാൻ മാത്രം കുറച്ചേരം. നമുക്ക് മൺഡേ ഹിന്ദിന്റെ എക്സാം ഉണ്ട്.
ട്യൂസ്ഡേ എന്താ മാത്സോ മാത്സ് ഉണ്ട്. മാത്സിന്റെ ടീച്ചർ ഫ്രണ്ട്സ് ദേമോളുണ്ടല്ലോ ഇംഗ്ലീഷിന്റെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര നല്ലോട് നമുക്ക് അന്ന് ഇതുണ്ടായിരുന്നു, ഇത് എന്താണ് പനിയായിരുന്നു. പനിയായിട്ട് ഞാൻ കൊണ്ടാക്കിയിട്ട് എക്സാം എഴുതിച്ചിട്ട് തിരിച്ച് കൊണ്ടുവരാന്ന് വിചാരിച്ച് ഞാനവിടെ വെയിറ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് എക്സാമൊക്കെ കഴിഞ്ഞ് ദേമോളിങ്ങനെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിറങ്ങി ഇങ്ങനെ വന്ന് എന്നെ കണ്ടപ്പോൾ ഒരൊറ്റ നല്ലോളിക്ക് ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം അറിയില്ല, എന്താ വിജയ് പറഞ്ഞു. എന്നോട് ആദ്യം പറഞ്ഞു അവർക്ക് ഒരു 2 പീരീഡെങ്കിലും വെച്ചുകൂടെ എക്സാം എന്നൊക്കെ ചോദിച്ചു. സാധാരണ പീരിയോഡിക് ടെസ്റ്റൊക്കെ 2 പീരീഡ് വെക്കാറുണ്ട്. ഇപ്രാവശ്യം മാത്രം അവർക്ക് 1 പീരീഡ് ഉള്ളൂ, 40 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും തീമൊക്കെ അറിയണതായിരുന്നു. പക്ഷെ ആ 40 മിനിറ്റ് കൊണ്ട് എഴുതി തീർന്നില്ല. അപ്പം ഒക്കെ അറിയണതായതുകൊണ്ട് എഴുതാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഭയങ്കര കരച്ചില്. പിന്നെ ശരിയാണ്, ഞാൻ ആലോചിച്ചപ്പോൾ 40 മിനിറ്റ് കുറവല്ലേ. മാത്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാത്സ് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കണ 2 ടീച്ചർമാർ, അപ്പം ഞങ്ങൾക്ക് മാത്സിന് 2 ടീച്ചർമാരുണ്ട്. അപ്പം അപ്പം ഫസ്റ്റ് മിസ്സിനെ വിളിച്ചു, ഫസ്റ്റ് സാറിനെ വിളിച്ചു. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് ക്ലാസ്സിലാണ്, അപ്പോൾ കോൾ എടുത്തില്ല. അപ്പം മിസ്സിനെ വിളിച്ചു. മിസ് എടുത്തിട്ട് പറഞ്ഞു എങ്ങനെയാ പറഞ്ഞു. അതിൽ ഞാൻ സാർ ഡൗട്ട് ഉണ്ട് പറഞ്ഞു. പറഞ്ഞു ഞാൻ അയച്ചിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. ഒരു മിനിറ്റ് ഞാൻ ചെയ്തിട്ട് അയച്ചെന്നാ പോരെ ചോദിച്ചു. അതിൽ മിസ് പറഞ്ഞു അതിൽ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് അയച്ചെന്നാൽ മതി പറഞ്ഞു. അതിൽ മിസ് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്തിട്ട് അയച്ചു തന്നു. എന്താ കോൾ എടുത്തില്ലേന്നല്ലോ സാറ്. അപ്പം സാറ് മേഘന ക്ലാസ്സിലാണ്, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അയച്ചു തരാട്ടോ പറഞ്ഞു. അതിൽ കഴിഞ്ഞിട്ട് സാറ് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത്, പിന്നെ ഫോട്ടോ എടുത്തിട്ട് സർക്കിൾ ചെയ്തിട്ട്, പിന്നെ വോയിസ് അയച്ച് എക്സ്പ്ലെയിൻ ചെയ്ത്, അങ്ങനെ സാറ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പം എന്താ നമ്മൾ മോർണിംഗ് വ്ളോഗ് ചെയ്തിട്ട് അപ്പം മോർണിംഗ് കഴിയാനായിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.